വയനാട് ചീരാലിൽ വീണ്ടും കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം. വളർത്തുപോത്തിനെ ആക്രമിച്ച മുത്താച്ചിക്കുന്നിൽ വനംവകുപ്പ് തെരച്ചിൽ നടത്തുകയാണ്. നാട്ടുകാരും വലിയ ഭീതിയിലാണ്. ജയരാജ് ചേരുന്നു. ജയരാജ്, വിവരങ്ങൾ. രഞ്ജിത്ത്, വയനാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട് ബത്തേരി ചീരാൽ പഴൂരിൽ പുലിയുടെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരെയായി മുത്താച്ചിക്കുന്നിയിലും കടുവയുടെ ആക്രമണത്തിൽ 2 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഭീതി പരത്തുന്ന കടുവയ്ക്കും പുലിക്കുമായി തെരച്ചിൽ വനംവകുപ്പ് ആരംഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മെയ് 16-ന് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്താച്ചിക്കുന്നിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണുള്ളത്. ഇതോടനുബന്ധിച്ച് തന്നെ വനംവകുപ്പ് പ്രദേശത്ത് രാത്രികാല പട്രോളിംഗും നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതായുള്ള സംശയം നാട്ടുകാർ പറഞ്ഞത്. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഇത്തരത്തിലൊരു വന്യമൃഗ ശല്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അത് ആരംഭിക്കുന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശം. ശരി ജയരാജ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.